ഇനി വിപണി വിലയിരുത്തലുമായി ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ കെ ദിലീപ് ചേരുകയാണ്. ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. ഇന്നത്തെ വിപണി സാധ്യതകൾ എന്തൊക്കെയാണ്? ആഗോള വിപണിയിലെല്ലാം നഷ്ടമാണ്. US വിപണിയിൽ ഇന്നലെ കഴിഞ്ഞ കുറേ നാളുകൾക്ക് ശേഷമുള്ള ഒരു വലിയൊരു വിൽപ്പനയിലേക്ക് നീങ്ങി. പ്രധാനപ്പെട്ട കാരണം US ഫെഡറൽ റിസർവ് മീറ്റിംഗിന് ശേഷം പലിശ നിരക്കുകൾ കുറയ്ക്കാൻ തീരുമാനിച്ചെങ്കിൽ കൂടി അത് 0.5% മാത്രമാണ് പലിശ നിരക്കിൽ കുറവുണ്ടായത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ 0.5% നിരക്ക് കുറച്ചിരുന്നു. ഇത്തവണ 0.5% എന്നുള്ളത് വിപണി ഉൾക്കൊണ്ട് കഴിഞ്ഞിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷയ്ക്കപ്പുറം ഒന്ന് നീങ്ങാതിരുന്നത് കൊണ്ട് തന്നെ വലിയൊരു വിൽപ്പനയ്ക്ക് ഇന്നലെ കാരണമായി. മാത്രമല്ല, ഇന്നിപ്പോൾ ഏഷ്യൻ വിപണിയിൽ പറഞ്ഞാലും നഷ്ടത്തിൽ വ്യാപാരം പുരോഗമിക്കുന്നു. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും സമാനമായ രീതിയിലുള്ള ഒരു നീക്കമായിരിക്കും ഉണ്ടാവുക. എന്നെന്തായാലും നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കുകയും വേണം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ എല്ലാ സാങ്കേതിക നിലവാരങ്ങളും ഭേദിച്ചുകൊണ്ടാണ് ഓഹരി സൂചികളിൽ വ്യാപാരം നടക്കുന്നത്. ഇന്നലെ മുൻനിര സൂചികയായ നിഫ്റ്റി 24,500 നിലവാരത്തിലേക്ക് താഴേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ വിൽപ്പനയും വലിയ തോതിൽ കൂടുകയാണ്. ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. മാത്രമല്ല, ഇന്നിപ്പോൾ അവധി വ്യാപാര കരാറുകൾ, ആഴ്ചയിൽ അവധി വ്യാപാര കരാറുകൾ അവസാനിക്കുന്ന ഒരു ദിവസമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്വാധീനവും നമ്മുടെ വിപണിയിൽ ഉണ്ടാവും. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ വളരെ കരുതലോടെ തന്നെ നീങ്ങേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ.